കുഞ്ചാക്കോ ബോബൻ, നമിത പ്രമോദ്, ജോജു ജോർജ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ലാൽ ജോസ് ചിത്രമായിരുന്നു പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും. ചിത്രത്തിൽ വലിയ ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു ജോജുവിൻ്റേത്. നായക നടനാകുന്നതിന് മുമ്പ് ജോജു ചെയ്ത കഥാപാത്രമായിരുന്നു അത്. ഈ കഥാപാത്രത്തെക്കുറിച്ച് ആദ്യമായി ജോജുവിനോട് പറഞ്ഞപ്പോൾ ജോജു അത്ഭുതപ്പെട്ടെന്നും ടൈറ്റിൽ റോളാണെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും ലാൽ ജോസ് പറയുന്നു. ആരോടും ഈ കാര്യം പറയരുതേ എന്ന് പറഞ്ഞുവെന്നും എന്നാൽ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ജോജു കഥയെക്കുറിച്ച് പറഞ്ഞുവെന്നും ലാൽ ജോസ് പറഞ്ഞു. ഞാൻ അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമയിൽ നിനക്കൊരു ടൈറ്റിൽ റോൾ ഉണ്ടെന്ന് അന്ന് ഞാൻ ജോജുവിനോട് പറഞ്ഞു. ചാക്കോച്ചനോടൊപ്പം ത്രൂ ഔട്ട് കഥാപാത്രമാണെന്നും അതൊരു ടൈറ്റിൽ റോളാണെന്നും ഞാൻ ജോജുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അത്ഭുതത്തോടെ ചോദിച്ചു, സത്യമാണോ എന്ന്. സത്യമാണെന്നും എന്നാൽ പ്രൊഡ്യൂസറുമായി ഈ കാര്യം സംസാരിക്കാത്തത് കൊണ്ട് നീ പുറത്താരോടും പറയരുതേ എന്ന് ഞാൻ ജോജുവിനോട് പറഞ്ഞു. ഞാനും റൈറ്ററും കൂടെയുള്ള ഒരു ധാരണയുടെ പുറത്ത് തീരുമാനിച്ചതാണെന്നും ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം വിനോദ് ഷൊണ്ണൂർ ഒരു പത്രവുമായി എന്റെ അടുത്തേക്ക് വന്നു. അതിൽ ഒരു പേജിൽ വളരെ വിശദമായി ജോജുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ലാൽ ജോസിന്റെ പുതിയ പടത്തിൽ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ അഭിമുഖം. പക്ഷെ ഇത് വേറെ ആർക്കും അറിയില്ല, ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ദുബായിൽ നിന്നും പ്രൊഡ്യൂസർ വിളിക്കുന്നു. അതെന്താണ് അങ്ങനെ വന്നതൊക്കെ എന്ന് ചോദിച്ചു. ജോജുവിന് എങ്ങനെ ടൈറ്റിൽ റോൾ വരുമെന്ന് അവർ ചോദിച്ചു. ടൈറ്റിൽ എന്താണെന്ന് നിർമ്മാതാക്കൾക്കറിയില്ല, ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്നായിരുന്നു ആ സിനിമയുടെ പേര്. പുള്ളിപ്പുലികൾ ഈ 3 സഹോദരന്മാരും ആട്ടിൻകുട്ടി ചാക്കോച്ചൻ എന്ന കഥാപാത്രവുമായിരുന്നു. അതാണ് അവനോട് ഞാൻ ടൈറ്റിൽ എന്ന് പറഞ്ഞത്. അവനത് അറിയില്ലായിരുന്നു. 3 പുള്ളിപ്പുലികളിൽ ഒരാളാണെന്ന് അവനെന്ന് ലാൽ ജോസ് പറയുന്നു.